വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയുമോ? ഈ വിഷയത്തെ സംബന്ധിച്ച് വേർപെട്ട ദൈവജനത്തിൻ്റെ ഇടയിൽ പ്രധാനമായി 2 തരത്തിലുള്ള വിശ്വാസമാണ് ഉള്ളത്. അതിലൊന്ന്, ദൈവമൊരിക്കൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയാൽ പിന്നീടത് മായ്ക്കുകയില്ല. മറ്റൊരു വിശ്വാസം, ദൈവം ജീവപുസ്തകത്തിൽ പേരെഴുതി ആ വ്യക്തി ഈ ഭൂമിയിൽ പാപം ചെയ്ത് അല്ലെങ്കിൽ പാപത്തിലേക്ക് മടങ്ങിപ്പോയി പാപിയായി ജീവിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാകത്തില്ല, മായ്ക്കും എന്നുള്ളതാണ്. ഈ 2 വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ വിശാലമായി ചിന്തിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വാദം കാൽവിനിസം. ജോൺ കാൽവിൻ എന്ന വേദ ഉപദേഷ്ടാവിൻ്റെ പഠിപ്പീര് ഒരിക്കൽ ദൈവം പേരെഴുതിയാൽ അത് പിന്നെ മായ്ച്ചു കളയേണ്ട എന്നുള്ളതാണ്. ഈ ഉപദേശത്തെ പിന്തുടരുന്നവരാണ് ബ്രദറൻ, ബാപ്റ്റിസ്റ്റ് തുടങ്ങിയ സഭാ വിഭാഗക്കാർ. ദൈവം ഒരിക്കൽ എഴുതിയ പേര് മായ്ച്ചു കളയേണ്ട ആവശ്യമില്ല. കാരണം ഭൂതകാലം, വർത്തമാനകാലം, ഭാവി കാലമെല്ലാം നന്നായിട്ട് അറിയുന്നവനാണ് ദൈവം. മായ്ക്കപ്പെടേണ്ട പേരുകൾ എഴുതേണ്ടതില്ലല്ലോ. മായ്ച്ചു കളയേണ്ട പേര് എഴുതുക എന്നത് തന്നെ ദൈവത്തിൻ്റെ സർവ്വജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും, അതുകൊണ്ട് ദൈവം ഒരിക്കൽ എഴുതിയാൽ എഴുതി, അത് പീലാത്തോസ് പോലും പറഞ്ഞത് ഞാൻ എഴുതിയത് എഴുതി എന്നുള്ളതാണ്. അതുപോലെ ദൈവം എഴുതിയ പേര് പിന്നീട് മായ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ വിഭാഗക്കാർ വിശ്വസിക്കുന്നത്. മറ്റൊരു വിശ്വാസം അർമേനിയൻ ഉപദേശമാണ്, അതായത് പെന്തക്കോസ്ത് മറ്റിതര സഭകൾ വിശ്വസിക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഒരാൾ പിന്നീട് പാപത്തിലേക്ക് മടങ്ങിപ്പോയാൽ അദ്ദേഹത്തിൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടാകത്തില്ല, മായ്ക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ്. അതിന് നിരത്തുന്ന ചില ന്യായവാദങ്ങളുണ്ട്, അതറിയിക്കുന്നു. 1, ജീവപുസ്തകം എന്നത് തന്നെ എന്താണെന്ന് വ്യക്തമല്ല. അവ്യക്തമായ ഒരു വിഷയം കൊണ്ട് വ്യക്തമായ ഒരു ഉപദേശം സ്ഥാപിക്കാൻ സാധ്യമല്ല. 2, ജീവപുസ്തകത്തിൽ പേരെഴുതുക, പേര് മായ്ക്കൽ, ഇതെല്ലാം ദൈവത്തിൻ്റെ അഥവാ ദൈവിക സത്യങ്ങളെ മാനുഷിക ഭാഷയിൽ ഭാവനാരൂപത്തിൽ പറയുന്ന പദപ്രയോഗമാണ്. ഭൂതം, ഭാവി, വർത്തമാനം ദൈവത്തിനില്ല, മനുഷ്യനേയുള്ളൂ. 3, ജീവപുസ്തകത്തിൽ പേരെഴുതുവാനും അത് മായ്ക്കുവാനും ഉള്ള അധികാരം ദൈവത്തിൻ്റെ സർവ്വാധിപത്യത്തിൽപ്പെട്ട കാര്യമാണ്. അത് നാം ചിന്തിച്ചാൽ മനസ്സിലാക്കുകയില്ല. 4, പുറപ്പാട് പുസ്തകം 32:33 എന്നോട് പാപം ചെയ്തവൻ്റെ പേര് എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്ന് ദൈവം വ്യക്തമായി മോശയോട് പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3:5, അതായത് നമ്മുടെ പഠനഭാഗം, വെള്ളയുടുപ്പ് ധരിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20:15 ജീവപുസ്തകത്തിൽ പേരില്ലാത്തവൻ തീപ്പൊയ്യിൽ തള്ളപ്പെടും. വെളിപ്പാട് 21:27 ജീവപുസ്തകത്തിൽ പേരില്ലാത്തവൻ നിത്യ സ്വർഗത്തിൽ ഉണ്ടാകിയല്ല, ജീവപുസ്തകത്തിൽ പേരുള്ളവൻ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവം ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ട് അവൻ പിന്നീട് പാപം ചെയ്ത് അല്ലെങ്കിൽ പാപത്തിൽ തുടർന്ന് പാപത്തിൽ മരിച്ചാൽ ദൈവത്തിന് മായ്ച്ചു കളയേണ്ട എങ്കിൽ ജീവപുസ്തകത്തിൽ എഴുതേണ്ട ആവശ്യവും ഇല്ല. കാരണം ദൈവത്തിന് മറവിയുണ്ടോ? ദൈവം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതും മായ്ക്കുന്നതും ദൈവത്തിന് മറവി ഉണ്ടായിട്ടോ സർവ്വജ്ഞാനം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, മറിച്ച് മനുഷ്യന് വേണ്ടിയിട്ടാണ്. കാരണം അന്ത്യവിധി നാളിൽ മനുഷ്യനെ വിധിക്കുമ്പോൾ തെളിവിന് വേണ്ടിയിട്ട് മനുഷ്യൻ ആ സമയം പ്രതിവാദം പറയുമെന്ന് പൗലോസ് തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും കർത്താവ് എന്ന് ഏറ്റുപറയും. അത് മിക്കവാറും പാപികൾ യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. ജീവപുസ്തകത്തിൽ എഴുതിയ പേര് മായ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമുക്കറിയാം, ഈ ലോകത്ത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കിടക്കണമെങ്കിൽ പാസ്പോർട്ടിൽ പേര് വേണം. എങ്കിൽ ദൈവരാജ്യത്ത് പ്രവേശിക്കണമെങ്കിൽ ഭൂമിയിലിരുന്ന് സ്വർഗത്തിൽ പേരെഴുതണം. അതിന് തക്കവണ്ണമായ ആത്മീക അന്തരീക്ഷത്തിൽ വേണം ഈ ഭൂമി ജീവിക്കാൻ. ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ രൂപാന്തരപ്പെടുകയില്ല. 1-ാം പുനരുദ്ധാനത്തിൽ അങ്ങനെയുള്ളവർ പങ്കാളി ആകത്തില്ല. പഞ്ചായത്തിലും റേഷൻ കാർഡിലും ആധാർ കാർഡിലും ഐഡൻറ്റിറ്റി കാർഡിലും വോട്ടർ പട്ടികയിലും പാസ്പോർട്ടിലും പേരുണ്ടെങ്കിൽ ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ തീപ്പൊയ്യിൽ തള്ളപ്പെടും. യൂതിയുടെ പേര്, അനന്യാസിൻ്റെ പേര്, സഫീറയുടെ പേര് ജീവപുസ്തകത്തിലുണ്ടായിരുന്നു. അത് മായ്ച്ചു കളയപ്പെട്ടു എന്ന് ന്യായമായി കരുതാം. അപ്പോസ്തലന്മാരുടെ പേര്, പ്രത്യേകിച്ച് പൗലോസിൻ്റെ പേര്, ക്ലെമൻ്റ് തുടങ്ങിയവരുടെ പേര്, കൂടാതെ പഴയ നിയമത്തിൽ മോശയുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. അത് ഇനി മായ്ക്കുകയില്ല. ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ആ വിശുദ്ധി നഷ്ടപ്പെട്ട് പാപത്തിലേക്ക് പോയാൽ ജീവപുസ്തകത്തിൽ പേരുണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയാണ് വചനം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ എഴുതിയ പേര്, ആ പേര് വിശുദ്ധിയോടെ ഭയഭക്തിയോടെ അല്ല ജീവിക്കുന്നതെങ്കിൽ ആ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 32:33, വെളിപ്പാട് 3:5, വെളിപ്പാട് 20:15, വെളിപ്പാട് 21:27 ഈ വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ നമുക്ക് വിശുദ്ധൻ്റെ പേര് പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും യേശു ഏറ്റുപറയും എന്നുള്ള 6-ാമത്തെ പോയിന്റിനെ കുറിച്ച് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.